ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ. 1950-കളിൽ ലോകത്തിലെ ഏറ്റവും ക്ഷേത്രമായ ജാതീയത ഇല്ലാത്ത ക്ഷേത്രമായ ശബരിമല തീവ്ര മതപരിവർത്തനവാദികൾ തീ വെച്ച് നശിപ്പിച്ചപ്പോൾ മുതൽ ഹിന്ദുവിനെതിരെയുള്ള ഇത്തരം പല പ്രസ്താവനകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. അന്നത്തെ മതേതര മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നാണ്. ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് എന്റെ സുഹൃത്തായ ശ്രീ ബിജുവിന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെയാണ്. അതായത് അന്നു മുതലേ ഹൈന്ദവ ആചാരങ്ങളോടൊരു ഇൻടോളറൻസ്, അസഹിഷ്ണുതയുണ്ട്. എത്രയോ പള്ളികളിൽ വിളക്ക് കത്തിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മുനീർ സാഹിബും കെ എം ഷാജി അടക്കം വിളക്ക് കത്തിക്കുന്നു. അത് ഹിന്ദുവിന്റെ മാത്രമാണെന്നാണോ പറയുന്നത്? എന്തിനാണ് ഈ എല്ലാ കാര്യത്തിലും മതം കാണുന്നത്? എത്രയോ പള്ളികളിൽ ഇപ്പോ കൊടിമരങ്ങളുണ്ട്. അതൊക്കെ കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഇസ്ലാമിക പരിപാടികൾക്ക് പോകുമ്പോൾ അവര് ബാങ്ക് വിളിക്കുമ്പോഴോ അവരുടെ പ്രാർത്ഥനയ്ക്കോ വളരെ സന്തോഷത്തോടും ആദരവോടും കൂടി എണീച്ചു നിൽക്കാറുണ്ട്. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ശ്രീ ജി സുധാകരൻ സാർ ഇത് പറയുന്നത്? ഈ നിലവിളക്ക് ഹിന്ദുവിന്റെ മാത്രം കുത്തകയാണെന്നുള്ള ഞങ്ങളുടെ ഇടയിലെ തീവ്ര വലതുപക്ഷവാദികളുടെ ആർഗ്യുമെന്റ് ശരിവെക്കുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്? ഇതെല്ലാം കേരളീയ പൈതൃകമാണ്. എത്രയോ പള്ളികളിൽ നിലവിളക്കിന്റെ സ്ഥാനത്ത് അതിന്റെ മേളിൽ ഒരു കുരിശ് വെച്ച് അവർ നിലവിളക്ക് കത്തിക്കുന്നു. നാളെ ഓണം ഹിന്ദുവിന്റെ മാത്രമാണെന്ന് ബ്രാൻഡ് ചെയ്യുന്ന തീവ്ര വലതുപക്ഷവാദികളുടെ വാദത്തിന് ശക്തി പകരുന്ന ഇത്തരം സങ്കുചിതമായ വാദങ്ങൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനല്ലേ സഹായിക്കൂ? രണ്ട്, കൂടുതൽ മതസമന്വയം വേണ്ട ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങൾ എല്ലാം ബഹുമാനിക്കപ്പെടണം എന്നൊരു ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്? അത്തരം ആംഗിളുകൾ കാണുന്നതിന് പകരം ഇത് ബ്രാൻഡ് ചെയ്ത് ഹിന്ദുവിന്റേതാണ്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് വളരെ സങ്കുചിത വാദമാണ്. അപ്പോ ലോകം യോഗയിലേക്കും ഭാരതീയതയിലേക്കും വരുമ്പോ ഇത് മുഴുവൻ വർഗീയമാണെന്ന് ചിത്രീകരിച്ച് ഇതിനെ മാറ്റുന്ന യൂറോപ്പിലെ ആൾക്കാർക്കില്ലാത്ത, നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഇല്ലാത്ത അസഹിഷ്ണുത കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മന്ത്രിക്ക് എന്തിനാണ്? കാര്യമൊന്നും സുധാകരൻ സാർ പറഞ്ഞത് തെറ്റാണ്. ഇത് ഹൈന്ദവം മാത്രമല്ല, ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ ക്രിസ്ത്യൻ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്നും നാളെയും എല്ലാം ക്രിസ്ത്യൻ പള്ളികളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തിയുമാണ്. ഈ കപട മതേതരത്വം എന്ന പേരിൽ എല്ലാ മതചിഹ്നങ്ങളെയും മാറ്റി നിർത്തുന്നതിന് പകരം ഈശ്വരനും അള്ളാവും എല്ലാം നിന്റെ പേരാണ്, രാമനും റഹീമനും നിന്റെ പേരാണ് എന്ന് പറഞ്ഞ ഗാന്ധിയൻ കാഴ്ചപ്പാടല്ലേ വേണ്ടത്? ശ്രീ ഫിറോസിനെ പോലുള്ളവർ, അത് മുസ്ലിം ലീഗ് പോലെ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയിലെ വ്യക്തി വളരെ ബുദ്ധിമുട്ടി മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് ആണെന്ന് മറക്കരുത്. ഇത്തരം കപട മതേതരത്വവും ആവശ്യമില്ലാതെ CPM-നെ പ്രീണിപ്പിക്കലൊന്നും ആർക്കും ഗുണം ചെയ്യില്ല. എനിക്ക് ബാങ്ക് വിളി സംഗീതാത്മകമാണ്, പള്ളിമണി സംഗീതാത്മകമാണ്. ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും അങ്ങനെ തന്നെയാണ്. അമ്പലമണിയാണെങ്കിലും പള്ളിമണിയാണെങ്കിലും ബാങ്ക് വിളിയാണെങ്കിലും എല്ലാം നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നങ്ങളായിട്ടാണ്. ഈ വിഷയത്തിൽ പക്ഷേ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ച മറ്റൊരു ആഴമേറിയ പ്രശ്നമുണ്ട്. ഈ കപട മതേതരത്വം എത്ര കാലം നമ്മൾ കൊണ്ടുപോകും? നമ്മുടെ നാട് ഹജ്ജ് സബ്സിഡി കൊടുക്കുന്ന ഒരു നാടാണ്. അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പഴയ തിരുവിതാംകൂറിലും സമാനമായ ഹജ്ജ് സബ്സിഡി നിലനിന്നിരുന്നു. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് മെക്കയിലേക്ക് പോകാൻ നമ്മുടെ നാട് സഹായിക്കുന്നു. അത് ഈ നാടിന്റെ ആദരവാണ്. ഈ ലോകത്തിലെ മക്ക മദീന കഴിഞ്ഞാൽ ഏറ്റവും പഴയ പള്ളികളിലൊന്നായ ചേരമൻ പെരുമാൾ പള്ളി നമ്മുടെ നാട്ടിലെ കൊടുങ്ങല്ലൂരിലാണ്. അബ്ദുൽ കലാം ഒക്കെ അവിടെ വന്നിരുന്നു. അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ വെറും കയ്യടിക്ക് വേണ്ടിയോ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇത്തരം നമ്പറുകൾ ആൾക്കാർ തിരിച്ചറിയും. കപട മതേതരത്വം എന്ന കള്ള നാണയമാണിത്. മതസൗഹാർദ്ദമെന്ന ഇന്ത്യൻ ബഹുസ്വരത അംഗീകരിക്കുന്ന ഗാന്ധിയൻ ദർശനങ്ങൾ നോക്കാതെ, എല്ലാ മതസമുദായങ്ങളെയും അംഗീകരിക്കണമെന്ന് നോക്കാതെ ഏതെങ്കിലും ഒരു മുസ്ലിം ഗീതം ഒരു പരിപാടിയിൽ പാടിയാൽ എനിക്ക് അസഹിഷ്ണുത ഉണ്ടാകും എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരുടെ വർഗീയതയാണ്. അങ്ങനെയല്ല. ഹിന്ദുവിന്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും മുസ്ലിമിന്റെ ആണെങ്കിലും ഗീതങ്ങൾ നമ്മൾ സമഭാവനയോടെ ബഹുമാനത്തോടെ കേൾക്കണം എന്ന് പറയേണ്ട മന്ത്രി കയ്യടി കിട്ടാനായി നിരീശ്വരവാദം പ്രചരിപ്പിക്കാനായുള്ള ശ്രമങ്ങളാണ്. ഇത് ഹിന്ദുവിന് മാത്രമല്ല, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എതിരാണ്. ഈ ഫോട്ടോ അഭിലാഷിന് കാണാൻ പറ്റുമെന്നറിയില്ല. യൂറോപ്യൻ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന്റെ ചിത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചിത്രമാണ്. ഇവിടെ ഫ്രണ്ടിൽ നടരാജ വിഗ്രഹമാണ്, അല്ലെങ്കിൽ നടരാജന്റെ വലിയ പ്രതിമയാണ്. അവിടെ ഒരു ഹിന്ദുവുമില്ല. പക്ഷേ ഇവർ നടരാജ സിംബോളിസത്തോട് ശാസ്ത്രത്തിന് ബന്ധമുണ്ട് എന്ന കാര്യത്തിലാണ് വെച്ചിരിക്കുന്നത്. വെറുതെ CERN ഹിഗ്സ് ബോസോൺ ദൈവകണിക പരീക്ഷണം നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിഫിക് സെന്ററിന്റെ ഫ്രണ്ടിലാണ് ഇതിരിക്കുന്നത്. സുധാകരൻ സാർ അവിടെ ഇല്ലാത്ത ഭാഗ്യം, ഇല്ലെങ്കിൽ ബ്രാഹ്മണ പൊതുബോധവും ഫ്യൂഡലിസവും ആണെന്ന് പറഞ്ഞേനെ. രണ്ട്, ശ്രീ ഫിറോസിനോട് ഒരു മറുപടി. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം ഇന്തോനേഷ്യയാണ്.
ഇന്തോനേഷ്യയുടെ കറൻസി നോട്ടുകളിൽ ഗണപതിയുടെ ചിത്രമുണ്ട്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയം ഹോട്ടൽ രാമായണയാണ്. അവിടുത്തെ ഏറ്റവും കോമൺ പേരുകളിലൊന്ന് രാം മുഹമ്മദ് ആണ്. അവിടുത്തെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്ന് ബാങ്ക് ഗണേശയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാം. അവര് പറയുന്ന ആംഗിൾ ഞങ്ങൾ മതം കൊണ്ട് മുസ്ലിങ്ങളാണെങ്കിലും സംസ്കാരം കൊണ്ട് ഇന്ത്യക്കാരാണ്, കൾച്ചറൽ ഇന്ത്യൻസ് എന്നാണ്. ശ്രീ ജി സുധാകരൻ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നത് ഈ കൾച്ചറൽ ഹിന്ദുയിസത്തെ അല്ലെങ്കിൽ കൾച്ചറൽ ഇന്ത്യൻനെസിനെ ഡിലീറ്റ് ചെയ്യാനും ഇല്ലാതാക്കുകയും നോക്കുകയാണ്. ഈ നികുതി പണം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പണമാണ്. ഈ മതസൗഹാർദ്ദം നമുക്ക് വേണ്ടേ? രണ്ട്, സർക്കാരിന്റെ കാശ് വെച്ചല്ലേ ഇഫ്താർ പാർട്ടി നടത്തുന്നത്? സർക്കാരിന്റെ കാശ് വെച്ചല്ലേ 550 കോടി രൂപ ഹജ്ജ് സബ്സിഡിക്ക് കൊടുക്കുന്നത്? ഞങ്ങളെല്ലാം അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ? അത് നമ്മുടെ നാടിന്റെ നന്മയാണ്. ശ്രീ ഫിറോസ് അത്തരം കാര്യങ്ങളൊന്നും കയറി പിടിക്കില്ല. കാര്യം അദ്ദേഹത്തിന് അറിയാം പൊള്ളുന്ന ഏരിയ ആണെന്ന്. അപ്പോ ഹജ്ജ് സബ്സിഡി കൊടുക്കുന്ന നാട്ടിൽ ഇഫ്താർ പാർട്ടികൾ നടത്തുന്ന വ്യക്തികളാണ് ഞങ്ങൾ, പരിപാടിക്ക് പോകുന്ന വ്യക്തികളാണ്. അങ്ങനെ തന്നെ വേണം. ആ രീതിയിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ആഘോഷിക്കുന്ന ബഹുസ്വരത വേണ്ട നാടാണ്. ശ്രീ ബിജു പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഗാന്ധിജി എന്തുകൊണ്ടാണ് കൊന്നത്? തികച്ചും അസഹിഷ്ണുതാവാദികളായ തീവ്ര ഹിന്ദുത്വവാദികൾ ഗാന്ധിജിയുടെ ഈ മൃദു ഹിന്ദുത്വ ലൈൻ, സെക്കുലർ ഹിന്ദുത്വ എന്ന് വിളിക്കുന്ന ലൈൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊന്നത്. അങ്ങനെ മതസൗഹാർദ്ദത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച ഗാന്ധിജിയുടെ നാട്ടിൽ, രാമനും റഹീമും നീയാണെന്ന് പറയുന്ന നാട്ടിൽ, നിങ്ങൾ ബൈബിളും ഖുറാനും ഗീതയും പഠിക്കണമെന്ന് പറയുന്ന നാട്ടിൽ മതചിഹ്നങ്ങൾ വേണ്ടെന്നല്ല, എല്ലാ മതചിഹ്നങ്ങളും വേണമെന്നാണ്. എല്ലാ മത ആഘോഷങ്ങളും സംഘടിപ്പിക്കണമെന്നാണ്. നിങ്ങൾ നബിദിനവും ക്രിസ്മസും വിഷുവും ഓണവും എല്ലാം സംഘടിപ്പിക്കണമെന്നും എല്ലാം പൊതുവാക്കണം എന്ന ആശയമാണ് വെക്കേണ്ടത്. എന്നാലേ അസഹിഷ്ണുത ഇല്ലാതാവൂ. ഇത് ഒരു തരത്തിൽ അസഹിഷ്ണുത തന്നെയല്ലേ? ഇത് കുറച്ചുകൂടെ ഡൽഹി പോകുമ്പോഴാണ് പറയുന്നത് JNUവിൽ എന്തിനാ ദേശീയ ഗാനം ആലപിക്കുന്നത്, ദേശീയത വേണ്ടെന്ന് പറയും. ഓരോ തലങ്ങളിലായി ഈ സാംസ്കാരികതയെ ഇല്ലാതാക്കാൻ, രണ്ട്, ഈ അഥവാ ഈ നിലവിളക്ക് കൊളുത്താൻ കഴിയില്ലെങ്കിൽ എനിക്ക് പേടിയായി പോയി. അതായത് ജി സുധാകരൻ സാറ് ദേവസ്വം മന്ത്രിയായി ഇരിക്കുമ്പോ ശബരിമലയിൽ എങ്ങാനും ഇനി വിളക്ക് കൊളുത്തരുതെന്ന് പറഞ്ഞാലോ? കാര്യം ഈ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ കാലിലുള്ള ശബരിമലയാണ്. അവിടെ കൂടെ മതേതരത്വത്തിന്റെ ഭാഗമായി വിളക്ക് തെളിയിക്കണമെന്ന് പറയും. ഇതൊക്കെ തീവ്രവാദങ്ങളാണ്. ബിജു പറഞ്ഞത് 100% ശരിയാണ്. ഈ അമ്പലങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ ശബരിമല വന്ന എന്റെ പെറ്റീഷൻ കാരണമാണ്. ഞാൻ കൊടുത്തിരുന്ന ക്ലോസ് എല്ലാ വർഷവും 80 ലക്ഷം രൂപ സർക്കാർ ഈ ദേവസ്വം ബോർഡിനും അമ്പലത്തിനും നൽകുന്നു. അത് കൊടുക്കാൻ കാരണം ലക്ഷക്കണക്കിനുള്ള ഏക്കറുകൾ, ഇത്രയും 10,000-കണക്കിന് ഏക്കറുകൾ സർക്കാർ ദേവസ്വം ഭൂമികളിൽ നിന്നാണ് എടുത്തത്. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല സ്ഥാനങ്ങളും ഉണ്ടായത്. ആയിക്കോട്ടെ, അതൊക്കെ പഴയ ചരിത്രം, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെ തന്നെ വേണം. ഹജ്ജ് സബ്സിഡിക്ക് കാശ് കൊടുക്കണം, അമ്പലങ്ങൾക്ക് കാശ് കൊടുക്കണം, പള്ളികൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. അങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. മതേതരത്വത്തിന്റെ പേരിൽ അമ്പലത്തെയും പള്ളിയെയും അകറ്റി നിർത്തരുത്. പകരം മതസൗഹാർദ്ദത്തിന്റെ പേരിൽ അമ്പലങ്ങൾക്ക് കൊടുക്കണം, പള്ളികൾക്ക് കൊടുക്കണം, ക്രിസ്ത്യൻ പള്ളികൾക്ക് കൊടുക്കണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ സഹായവും ചെയ്യണം എന്ന് തന്നെയുള്ളതാണ് കാഴ്ചപ്പാട്. പിന്നെ രണ്ട്, ബ്രാഹ്മണ മേധാവിത്വം പറയുന്നു. ബ്രാഹ്മണര് പട്ടിണിയിലാണ്, നല്ലൊരു ശതമാനം ദാരിദ്ര്യത്തിലാണ്, നല്ലൊരു ശതമാനം ഈ അഷ്ടിക്ക് മുട്ടോ ആൾക്കാരാണ്. ഈ ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറയുന്നത് പണ്ട് 40കളിലും 50കളിലും പറയുന്ന പ്രൊപ്പഗാൻഡയാണ്. അതൊക്കെ കളയാൻ സമയമായി. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്, ഈ രാജ്യത്തിന് ഭാരതം എന്നൊരു പേരുണ്ട്, ഈ രാജ്യത്തിന് ഹിന്ദുസ്ഥാൻ എന്നൊരു പേരുണ്ട്. 126 കോടി ജനങ്ങളിൽ 105-110 കോടി ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാർ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും സെക്കുലർ രാജ്യമാണിത്. അതാണ് CPIയുടെ ബർഡൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇന്ത്യ സെക്കുലറായി? കാര്യം ഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ നാട്ടിൽ സെക്കുലറാണ്. അതുകൊണ്ട് സെക്കുലറിസ്റ്റ് ഒന്നും ആരും തള്ളി പറയുന്നില്ല. മതസൗഹാർദ്ദം വേണം, പക്ഷെ അതിനർത്ഥം സ്വന്തം സ്വത്വം കളയണം എന്നല്ല. നമ്മൾ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ഗാന്ധിയൻ സെക്കുലറിസമാണ്, അല്ലാതെ നെഹ്റുവിയൻ സെക്കുലറിസം അല്ല. ഇവര് പറയുന്ന നെഹ്റുവിയൻ സെക്കുലറിസം, നേരത്തെ പറയണ്ടേ ഭരണഘടന മതേതരത്വമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ അവകാശം എങ്ങനെ കൊടുക്കും? അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 30 എങ്ങനെ കൊടുക്കും? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം എങ്ങനെ കൊടുക്കും? അപ്പം മതേതരത്വം എന്നുള്ളത് കേരളത്തിൽ മാത്രമുള്ള ഒരു കള്ള നാണയമാണ്. നമുക്ക് വേണ്ടത് മതസൗഹാർദ്ദമാണ്. ഭൂരിപക്ഷം ഹിന്ദു സമൂഹത്തിൽ ഉള്ളപ്പോഴും ന്യൂനപക്ഷങ്ങളെയും അതേപോലെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നമ്മളെല്ലാരെയും ഇന്ത്യക്കാരും മനുഷ്യരായി കാണുന്ന ഒരു കാഴ്ച